ഹലോ. ഇവിടെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ മാവാട്ടുന്നത് അമ്മയാണേ. അത് 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി കൂട്ടി ഗ്രൈൻഡറിലാട്ടോ ആട്ടി വെക്കുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് മിക്സിയിൽ ആട്ടി വെക്കാറാണ് പതിവ്. അമ്മയാണെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടി ആട്ടി വെക്കുക. അപ്പോൾ ഇത് രാവിലെ ഇങ്ങനെ പൊങ്ങി പ്ലഫി ആയിട്ട് വരുമ്പോൾ നല്ല രസമായിട്ടോ വന്ന് ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദോശ നാളത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് നിർബന്ധമില്ല, ഏട്ടനും അമ്മയ്ക്കും വേണ്ടിയിട്ട് മാത്രം ഒരു 3 തട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെറുതെ സോഡാപ്പൊടി ഇട്ട് നശിപ്പിക്കേണ്ടെന്ന് വെച്ചു. കാരണം നല്ല പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. വെറുതെ സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് കുളവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളേ. അതേ കണക്ക് തന്നെ എടുത്ത് വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ. നല്ല തന്നെ ഒഴിച്ചു. അതാകുമ്പോൾ നല്ല പ്ലഫി ആയിട്ട് ഇരിക്കും കേട്ടോ വെന്ത് വരുമ്പം. ബാക്കി മാവ് ഞാൻ മാറ്റി വെച്ചു നിലമോൾക്ക് ഒരു ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. കാരണം അവൾ ഇഡ്ഡലി കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ ഇട്ടിട്ട്, കാരണം വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. അപ്പോഴത്തേക്ക് നമ്മൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായി. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു, അല്ലെങ്കിൽ ഇളകി വരാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇഡ്ഡലിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത സാമ്പാറാട്ടോ. അപ്പോൾ സാമ്പാറിന് ഇവിടെ ഞങ്ങൾ പരിപ്പിടാത്ത സാമ്പാർ ഉണ്ടാക്കാറില്ലേ. അപ്പോൾ പരിപ്പിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും ഉരുളക്കിഴങ്ങും പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു കേട്ടോ. കുക്കറിനകത്താണ് വേവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും അത് വെച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചൊരു വെള്ള ചട്നിയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നിർബന്ധം ഇല്ല ഇവിടെ, പക്ഷേ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിലമോൾക്കും കൂടെ കഴിക്കുന്നതല്ലേ. അപ്പോൾ 2-3 കുഞ്ഞുള്ളിയും 2 പച്ചമുളകും പിന്നെ ഈ ഒരു കടലയില്ലേ, അത് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അത് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. പിന്നെ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് കടുക് താളിച്ച് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ള ചട്നി റെഡിയാണ് കേട്ടോ. അപ്പോൾ അതും മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ചൂടാറിയ ഇഡ്ഡലിയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് വയ്ക്കുന്നു. 3 തട്ടിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് മതി ഞങ്ങൾക്ക്. എന്നാലും ബാക്കി അധികം വരും കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാറില്ലല്ലോ. അപ്പോഴത്തേക്കും സാമ്പാറിനുള്ള പൊടി ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കൂട്ടിലേക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് ഫ്ലേവറിന് നമ്മൾ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ച് കടുകും കൂടെ താളിച്ചിട്ടപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നിലമോൾക്ക് ഞാൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം അവൾ ഇഡ്ഡലി കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം തോനെ നെയ്യൊക്കെ ഇട്ടിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചു. അവൾ കഴിച്ചില്ലെങ്കിൽ ഇത് ഞാൻ കഴിക്കും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് ദോശ. അപ്പോൾ അതും ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചൂടോടെ കഴിക്കണം കേട്ടോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ.